ഹലോ ഗുഡ്. അങ്ങനെ ഇന്ത്യയുടെയും നമീബിയയുടെയും രണ്ടാം T20 വേൾഡ് കപ്പ് മത്സരത്തിനാണ് ഇന്നലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം സാക്ഷിയായത്. മത്സരത്തിൽ പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. നമീബിയയെ ഇന്ത്യ ഈസിയായി 93 റൺസിന് പരാജയപ്പെടുത്തുകയായിരുന്നു. ഇന്ത്യയുടെ ബിഗ്ഗസ്റ്റ് മാർജിൻ വിക്ടറിയും കൂടിയായിരുന്നു ഇന്നലെ ഡൽഹിയിൽ സംഭവിച്ചത്. അതുപോലെ തന്നെ വേൾഡ് കപ്പിൽ 10th കൺസെക്യൂട്ടീവ് വിന്നും കൂടിയായിരുന്നു ഇന്ത്യ. ടോസ് നേടിയ നമീബിയ ഇന്ത്യയെ ബാറ്റിങ്ങിനൊക്കെയായിരുന്നു. ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 209 എന്ന നിലയിൽ ഇന്നിങ്സ് അവസാനിപ്പിക്കുന്നു. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ നമീബിയ വെറും 18.2 ഓവറിൽ 116 റൺസിന് ഓൾ ഔട്ട് വരികയായിരുന്നു. അങ്ങനെ ഇന്ത്യക്ക് 93 റൺസിൻ്റെ ആധികാരിക ജയം. ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരുപോലെ തുടങ്ങിയ ഹാർദിക് പാണ്ഡ്യ തന്നെയാണ് ഇന്നലെ പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ബാറ്റിങ്ങിൽ ഇന്നലെ 24 ബോളിൽ 58 റൺസ്, അതായത് 4 4ഉം 4 6ഉമാണ് ഇന്നലെ ഹാർദിക്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ വിവരം നിങ്ങൾ ഈ ചാനലൊന്ന് കാണുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്നലത്തെ മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കി വിശേഷം. രണ്ട് മാറ്റങ്ങളോടെയാണ് ഇരു ടീമുകൾ ഇന്നലെ മത്സരത്തിന് ഇറങ്ങിയത്. ഇന്ത്യൻ ടീമിൽ പരിക്കേറ്റ അഭിഷേക് ശർമ്മയ്ക്ക് പകരം സഞ്ജു സാംസണും അതുപോലെ തന്നെ മുഹമ്മദ് സിറാജിന് പകരം ജസ്പ്രീത് ബുംറയായിരുന്നു ഇന്നലെ ഇന്ത്യൻ ടീമിൽ കളിച്ചത്. അതുപോലെ തന്നെ നമീബിയൻ ടീമിലും ഉണ്ടായിരുന്ന രണ്ട് മാറ്റങ്ങൾ. മൈബർഗിന് പകരം ക്രൂഗറും അതുപോലെ തന്നെ ലിച്ച്ബർഗിന് പകരം ലിച്ചലിന് പകരം ബെൻഷിക്കും എന്നിവരാണ് നമീബിയൻ ടീമിൽ വന്ന മാറ്റങ്ങൾ. അങ്ങനെ ടോസ് നേടി നമീബിയ ഇന്ത്യയെ ബാറ്റിങ്ങിനൊക്കെയായിരുന്നു. ആദ്യം ഓപ്പണിംഗായി വന്നത് അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണായിരുന്നു. സഞ്ജു സാംസൺ ഇന്നലെ മുമ്പത്തെ ഇന്നിങ്സുകളിൽ വെച്ചൊരു ഭേദപ്പെട്ട ഇന്നിങ്സ് അത്രേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. വെറും 22 റൺസാണ് അദ്ദേഹം നേടിയത്. അതായത് അതിൽ തന്നെ 3 6ഉം 1 4ഉം. ഇവിടെ 8 ബോളിലാണ് ആ ഒരു 22 റൺസ് എടുത്തത്. രണ്ടാം ഓവറിലാണ് ശരിക്കും സഞ്ജു തകർത്താടിയത്. പക്ഷേ ആ ഓവറിൽ തന്നെ വിക്കറ്റ് നൽകി മടങ്ങിയായിരുന്നു. ബെൻഷിക്ക് കഴിഞ്ഞ രണ്ടാം ഓവറിൽ ബാക്ക് ടു ബാക്ക് 6ഉം 4ഉം അടിച്ച സഞ്ജു സാംസൺ അവസാന ബോളിൽ ഒരു ഫ്ലിക്കിംഗ് ഷോട്ടിലൂടെ പുറത്താവുകയായിരുന്നു. ഒരു കോൺഫിഡൻസിൽ, അതായത് ജസ്റ്റ് ഫ്ലിക്ക് ചെയ്തതാണോ അതായത് 6 അടിക്കാൻ നോക്കിയതാണോ എന്ന് അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലേക്കാണ് ഒരു ഷോട്ട്. കൺഫ്യൂസിങ് ആയിരുന്നു ആ ഒരു ഷോട്ട്. അത് ക്യാച്ച് നൽകി സഞ്ജു സാംസൺ പുറത്തുകയായിരുന്നു. പിന്നീടാണ് തിലക് വർമ്മയും ഇഷാൻ കിഷനും കൂടി പവർ പ്ലേയിൽ നടത്തിയ വെടിക്കെട്ട് ബാറ്റിംഗ്. 79 റൺസാണ് ഇരുവരും കൂടി രണ്ടാം വിക്കറ്റിൽ കൂട്ടിച്ചേർത്തത്. അങ്ങനെ പവർ പ്ലേയിൽ തന്നെ ഇന്ത്യൻ സ്കോർ 86 റൺസിൽ എത്തിക്കാൻ ഇരുവർക്കും സാധിച്ചു. ഇഷാൻ കിഷൻ ആ പവർ പ്ലേയിൽ തന്നെ 50 പൂർത്തിയാവുകയും ചെയ്തു. ജെ സ്മിത്തിൻ്റെ 6ാമത്തെ ഓവറിൽ 4 6ഉം 1 4ഉം അടക്കം 28 റൺസാണ് ഇഷാൻ കിഷൻ ആ ഓവറിൽ അടിച്ചെടുത്തത്. പിന്നാലെ ഇഷാൻ കിഷനെ പുറത്താക്കി ക്യാപ്റ്റൻ ഗ്രഹാഡ് റാസ്മസാണ് നമീബിയ വീണ്ടും മത്സരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത്. ഇഷാൻ കിഷൻ 6 4ഉം 5 6ഉം ഉൾപ്പെടെ 61 റൺസാണ് ഇവിടെ 24 ബോളിൽ നേടിയത്. പിന്നാലെ വന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെയും തിലക് വർമ്മനെയും പുറത്താക്കി നമീബിയ മത്സരത്തിലേക്ക് ഒരു കംബാക്ക് നടത്തിയെങ്കിലും 5ാം വിക്കറ്റിലൊത്ത് ചെയ്യുന്ന ശിവൻ ദൂബിയും ഹാർദിക് പാണ്ഡ്യയും ചേർന്ന് ഇന്ത്യൻ സ്കോർ 200 കടത്തുകയായിരുന്നു. 81 റൺസാണ് ഇരുവരും 5ാം വിക്കറ്റിൽ കൂട്ടിച്ചേർത്തെന്ന് പറയാം. അതായത് ഇഷാൻ്റെയും തിലക് വർമ്മയുടെയും ആ പവർ ബാക്ക് ഇന്നിങ്സിൻ്റെ ബാക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഹാർദിക് പാണ്ഡ്യ 4 4ഉം 4 6ഉം ഉൾപ്പെടെ 58 റൺസാണ് 24 ബോളിൽ അടിച്ചെടുത്തെന്ന് പറയും. ഒരു പക്ഷേ ഓവർ 250 എബോവ് സ്കോർ ഇന്ത്യക്ക് ഒരു പക്ഷേ നേടാൻ സാധിക്കുമായിരുന്നെങ്കിലും അവസാന ഓവറുകളിൽ നമീബിയൻ ബോളർമാർ മികവ് കാട്ടിയോടെ ഇന്ത്യൻ സ്കോർ 209 അവസാനിക്കുകയായിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ 210 എന്ന സ്കോർ ജേഴ്സി ഇറങ്ങിയ നമീബിയയുടെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്തത് ലോറൻസ് സ്റ്റീൻകാമ്പും അതുപോലെ ജാൻ ഫ്രെലിംഗും കൂടിയാണ്. ആദ്യ വിക്കറ്റിൽ ഇരുവരും കൂടി 33 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ്. ഒരു ഭേദപ്പെട്ട തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം നമീബിയയുടെ. ആർഷ്ദീപ് സിംഗ് ജാൻ ഫ്രെലിംഗിനെ പവർ പ്ലേയിൽ തന്നെ മടങ്ങിയെങ്കിലും 2ാം വിക്കറ്റിൽ ലോറൻസ് സ്റ്റീൻകാമ്പും ലോഫ് ടീറ്റണും കൂടി 34 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ് അവിടെ ഒരു പവർ പ്ലേയിൽ ഒരു 60 എന്നൊരു സ്കോറിലെത്തുകയും എന്നാൽ 67ാം റണ്ണിൽ നിൽക്കുമ്പോഴാണ് നമീബിയയുടെ പതനത്തിലേക്കുള്ള ആദ്യത്തെ വിക്കറ്റ് എന്ന് പറയുന്നത്. വരുൺ ചക്രവർത്തിയാണ് ലോറൻസ് സ്റ്റീൻകാമ്പിനെ പുറത്താക്കി ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. പിന്നീട് കണ്ടത് നമീബിയൻ ബാറ്റിങ്ങിൻ്റെ ഒരു പതനം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് 67-ന് 2 എന്ന നിലയിൽ നിന്ന് 88-ന് 5 എന്ന നിലയിലേക്ക് നമീബിയൻ ടോപ്പ് ഓർഡർ കൂപ്പുകുത്തുകയെന്നു പറയും. പിന്നീട് ഒരു ഘട്ടത്തിലും അവർക്ക് മത്സരത്തിലേക്കൊരു തിരിച്ചുവരവുണ്ടായില്ല. കൃത്യമായിട്ട് അവളിൽ വിക്കറ്റുകളോടുകൂടി അവർ 116 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി വരുൺ ചക്രവർത്തി 3ഉം അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. ഇന്നത്തിനടങ്ങിയ ജാസ്പ്രീത് ബുംറ, നമ്മുടെ സ്പെഷ്യലിസ്റ്റ് ബോളർ ജാസ്പ്രീത് ബുംറയ്ക്ക് 1 വിക്കറ്റ് എടുക്കാനേ സാധിക്കുള്ളൂ. പക്ഷേ 4 ഓവറിൽ വെറും 20 റൺസ് മാത്രമാണ് ജാസ്പ്രീത് ബുംറ ഇന്നലെ വിട്ടുകൊടുത്തത്. അപ്പോൾ
അങ്ങനെ ഇന്ത്യക്ക് 93 റൺസിൻ്റെ ആധികാരിക ജയം. സൂപ്പർ 8ലേക്കുള്ള ഒരു സ്റ്റെപ്പും കൂടി ഇന്ത്യ എടുത്തു വെച്ചു. അടുത്ത മത്സരം പാകിസ്ഥാനുമായിട്ടാണ്. അത് ഈ ഞായറാഴ്ച 15-ാം തീയതിയാണ് ഇന്ത്യയും പാകിസ്ഥാനും മത്സരം ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞാലും അന്തിമഘട്ട ചർച്ചയിലൂടെ പാകിസ്ഥാൻ മത്സരത്തിന് നടങ്ങുന്നത് തന്നെ ഉറപ്പാക്കിയിട്ടുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ദ മിസ്റ്ററി ബോളർ താരിഖിനെ ഇട്ട് കൊടുക്കാനാണ്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ താരിഖാണ് USA-ക്കെതിരെ മികച്ച ബോളിങ്ങിലൂടെ പാകിസ്ഥാന് വിജയം സമ്മാനിച്ചു കൊടുത്തത്. അപ്പോൾ ഇന്ത്യക്ക് അടുത്ത മത്സരം കൂടി ജയിച്ച് സൂപ്പർ 8ലേക്കുള്ള കിടക്കുന്ന ആദ്യ ടീമാവാനായിരിക്കും ഇന്ത്യ ശ്രമിക്കുക. നമീബിയയുടെ കാര്യം എന്തായാലും തീരുമാനമായി. കാരണം ഇനി അവർക്ക് ജയിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇനി അവർക്ക് പാകിസ്ഥാനുമായിട്ടും USA-ആയിട്ടാണ് മത്സരം. 2 മത്സരങ്ങളും ജയിച്ചാലും സൂപ്പർ 8ലേക്ക് കടങ്ങുന്നത് വിഷയകരമാണ്. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.